ഹായ്. അതെ, നമ്മുടെ ബെല്ലപ്പോൾ പാറുവിനോടും ബെല്ലോടൊക്കെ നല്ല കൂട്ടായിട്ടോ. പാറുവിന് മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? പാറുവിൻ്റെ കൂട്ടിലാണ് ഇപ്പോൾ ബെല്ലേനെ ഇടല് കേട്ടോ. അപ്പോൾ ബെല്ല പാറുവിൻ്റെ കൂട്ടിൽ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് കേട്ടോ പാറുവിന് നമ്മുടെ വീടിൻ്റെ പുറത്തൊരു റൂമുണ്ട്, അവിടെ കേട്ടോ പാറുവിന് ഇടല്. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് പാറു. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ കാണുമ്പോൾ അങ്ങനെ മണ്ടൊന്നുമില്ല, അടുത്തേക്ക് വരികയൊക്കെ ചെയ്യും. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മൂന്നാളും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഞാനേ ബെല്ലേനെ പിടിക്കുന്നതും തൊടുന്നതൊന്നും പാറുവിന് ഇഷ്ടമല്ല കേട്ടോ. പാറു കാട്ടുന്നുണ്ടല്ലേ, പാറുവിന് മാത്രമേ കേട്ടോ സ്നേഹിക്കാനൊക്കെ പാടൂ. ഇപ്പൊ ബെല്ല വന്നപ്പോ ഭയങ്കര കൊച്ചുമ്പാണ് അവൾക്ക്. അവളേനെ മാത്രമേ തൊടാനൊക്കെ പാടൂ, അവളേനെ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പാറുവിന്. അപ്പൊ അവൾക്കാണ് എന്നോട് കൂടുതൽ സ്നേഹം അറിയിക്കുക, അവൾ ഉമ്മയ്ക്കൊക്കെ ചെയ്യാണേ. ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ ബെല്ലക്കുട്ടീനെ കൊണ്ടുവന്ന സമയത്തും അവൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ പാറു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബെല്ലേനെ കൊടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബെല്ലേനെ എടുത്താൽ തുടങ്ങട്ടോ അവള് കുരക്കല്. അങ്ങനെ ഉണ്ട് കേട്ടോ പാറു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവും. അപ്പൊ ഇനി ഇത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ മൂന്നുപേരും നല്ല കമ്പനി ആവും. അപ്പൊ തന്നെ കുറെയൊക്കെ കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. പാറുവിന് അവളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെ ഉണ്ട് കേട്ടോ, ബെല്ലയുടെ അടുത്തേക്ക്. പക്ഷെ എന്തോ ഒരു കുശുമ്പാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ബെല്ല ഉണ്ടല്ലേ, ബെല്ലയ്ക്ക് ഇവരുടെ കൂടെ മണ്ട എൻ്റെ കയ്യിൽ നിന്ന് ചാടി പോവുക കേട്ടോ. അപ്പൊ ഞാൻ വിടാതെ പിടിച്ചതാണ്, ഇനി മണ്ടി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഞാന് ശരിക്കും ബെല്ലനെ കൊടുന്ന സമയത്ത് വിചാരിച്ച് നിങ്ങളോട് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞെങ്കിലും പിടിക്കാനൊന്നും പറ്റണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത്. വരുന്നിടത്ത് തന്നെ ഞാൻ പേടിച്ച സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കൂട്ടിലിട്ടിട്ട് വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മക്കളൊക്കെ ഉണ്ടല്ലോ അവളെ ഇപ്പൊ അങ്ങനെ തൊടുന്നൊക്കെ കണ്ടപ്പോ എനിക്കും തൊടണമെന്നായിട്ടോ. അപ്പൊ മക്കള് പറഞ്ഞു അമ്മ തൊട്ടോളൂ പറഞ്ഞപ്പോ ഞാനും തൊട്ട് പാവാണ് കേട്ടോ. എത്ര പാവാന്നറിയോ അവള്. തടി മാത്രമേ ഉള്ളൂ, ആള് വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ, പക്ഷെ പാവാണ്. 2 ദിവസം ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഫുഡൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ. പാറു ഞാനേ നോക്കണില്ല വെച്ചിട്ട് മെല്ലെ പോവാൻ തുടങ്ങാം കേട്ടോ. പാറു അങ്ങനെയാണ് കേട്ടോ, എത്ര വേഗം വെച്ചിട്ട് അവള് മുങ്ങുക. പിന്നെ അവളെന്നെ കാണുന്നില്ല കേട്ടോ. പക്ഷെ വേഗം വരികയൊക്കെ ചെയ്യും. ബെല്ലയ്ക്ക് മണ്ടണം, ബെല്ല അതിന് എൻ്റെ കയ്യിൽ നിന്ന് ചാടാൻ തുടങ്ങണം കേട്ടോ. ഈ ബെല്ലയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടാട്ടോ. അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മണം പിടിച്ചൊക്കെ കേട്ടോ. പക്ഷെ പേടിയാണേ, നമ്മുടെ പൂച്ചക്കുട്ടി മാന്തോള്ളി. അവളെ നല്ല നഖമൊക്കെ ഉണ്ട്, വെട്ടൊക്കെ ചെയ്തിരുന്നു, എന്നാലും മാന്തോന്ന് പേടിയാട്ടോക്ക്. അപ്പൊ ഞാൻ വല്ലാതെ അടുപ്പിക്കില്ല. എന്തായാലും നല്ലോ പാറും കമ്പനിയൊക്കെ ആയിട്ട് അങ്ങനെ മൂന്നാളിപ്പോ കമ്പനിയൊക്കെ ആയി. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിലേറെ കമ്പനിയാവും. അപ്പൊ നമുക്ക് മൂന്നാളേനെയും കൂടി ഒരു കൂട്ടിലൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ചെയ്യാട്ടോ. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വീടിന്റെ കുറച്ചപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആൾക്ക് ബിരിയാണിയൊക്കെ കണ്ടപ്പോഴേ പേടിച്ചിട്ട് നിൽക്കുകയാണ് ആളവിടെ. അപ്പൊ പിന്നെ ഞാൻ മൂന്നാളേനും വേഗം വീട്ടിൽ കയറ്റി. ബെല്ലയ്ക്കാണെങ്കിൽ കയ്യിൽ ചാടാനിട്ട് നേരം വൈകിട്ട് നിൽക്കാറ്. അപ്പൊ പിന്നെ ഞാൻ ബെല്ലേനെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി. പിന്നെ ബെല്ലേനെ കെട്ടിയിടും ചെയ്തു. പാറു അവിടെ ഇരിക്കുന്നു. പിന്നെ അപ്പോ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലത്തെ വിശേഷം. പിന്നെന്താ, അപ്പൊ എന്നാ അങ്ങനെയൊക്കെ ആവട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.